ഹലോ നമസ്കാരം കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സേമിയ പാൽ ഐസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് അതിന് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് പാനിലിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ ചേർക്കുന്ന പാലിൻ്റെ അളവിനനുസരിച്ച് സേമിയ എടുക്കണം. ഞാനിവിടെ ഒരു 1/2 ലിറ്റർ പാലാണ് എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്കൊരു 1/4 കപ്പ് സേമിയ മതിയാവും. ഇപ്പോൾ നമ്മുടെ സേമിയ ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തിളപ്പിക്കാത്ത പാലാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് തിളച്ച പാലാണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് പാലൊഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പാൽ ചേർത്തതിന് ശേഷം സേമിയയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ നമ്മുടെ പാൽ തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. സേമിയ നന്നായിട്ട് വെന്ത് വരുന്നവരെ നമുക്കൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ സേമിയ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ ശേഷം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അടുത്തായിട്ട് ഞാനിതിലേക്ക് കുറച്ച് മിൽക്ക് പൗഡർ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യാൻ ശേഷം ഒന്ന് ചേർത്ത് കൊടുക്കുവാണ്. മിൽക്ക് പൗഡർ അല്ലെങ്കിൽ നമുക്ക് മിൽക്ക് മെയ്ഡ് ആണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. മിൽക്ക് പൗഡർ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം അടുത്തായിട്ട് നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഞാനിവിടെ ഒരു 1/4 സ്പൂൺ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. നമുക്കിവിടെ വാനില എസൻസിന് പകരമായിട്ട് ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ സേമിയ ഐസ് ഉണ്ടാക്കുമ്പോഴേക്കും പായസം പോലെ ഇത്ര തിക്കായിട്ട് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. കുറച്ചുകൂടെ പാൽ ചേർത്ത് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിൽ എടുക്കുന്നതാണ് നല്ലത്. പാൽ ജസ്റ്റ് ഒന്ന് തിക്കായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് ഐസിൻ്റെ മോഡിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ സേമിയ ഈ ഒരു പാകത്തിലാകുമ്പോഴേക്കും നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മധുരം ഉണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. കുറവാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു കുൽഫിയുടെ മോൾഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ തണുത്ത സേമിയ പാൽ ഒഴിച്ചു കൊടുക്കുവാണ്. മോൾഡ് ഇല്ലെങ്കിൽ നമുക്കിത് ചെറിയൊരു ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ച് ഫ്രീസറിൽ വെച്ച് റെഡിയാക്കി എടുക്കാവുന്നതാണ്. സേമിയ എല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിത് ക്ലോസ് ചെയ്ത് ഫ്രീസറിലേക്ക് വെക്കുവാണ്. ഞാനിത് ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഏകദേശം ഒരു 8 മണിക്കൂർ ശേഷമാണ് എടുത്തത്. അപ്പോൾ എല്ലാം നന്നായിട്ട് സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സേമിയ ഐസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.